നമസ്കാരം. കേരള ബി.ജെ.പിയിലെ യഥാർത്ഥ രാഷ്ട്രീയ നേതാവായിരുന്നു CK പത്മനാഭൻ. മറ്റ് സംസ്ഥാന അധ്യക്ഷരെല്ലാം പണത്തിനു വേണ്ടി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും അടിമപ്പണി ചെയ്ത് പണമുണ്ടാക്കുന്നതിന് ശ്രദ്ധ ചെലുത്തിയപ്പോൾ ബി.ജെ.പിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി വളർത്തുന്നതിനാണ് CK പത്മനാഭൻ ശ്രമിച്ചത്. കോൺഗ്രസിനും CPM-നും ഒപ്പം കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരുന്നതിനുള്ള അടിത്തറ പാകിയത് CK പത്മനാഭന്റെ പ്രസംഗങ്ങളായിരുന്നു. CK പത്മനാഭൻ അധ്യക്ഷൻ ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ രാഷ്ട്രീയമായി BJP വളർന്നത്. അതുകൊണ്ട് തന്നെ CK പത്മനാഭന് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കേരള BJPയെ ഹൈജാക്ക് ചെയ്ത KJP പക്ഷം CK പത്മനാഭന് അർഹമായ പരിഗണന നൽകുന്നതിന് തയ്യാറുമായില്ല. കണ്ണൂർ ജില്ലയിലെ BJP നേതാക്കൾ ദേശാടന പക്ഷികളെ പോലെ BJP വോട്ട് കൂടുതൽ കിട്ടുന്ന മണ്ഡലങ്ങൾ തേടി പറന്നു നടന്നപ്പോൾ കണ്ണൂരിൽ തന്നെ മത്സരിച്ച് തന്റെ ആത്മവിശ്വാസവും പാർട്ടിയോടുള്ള കൂറും പ്രഖ്യാപിക്കുന്നതിന് തയ്യാറായ CKP എന്ന CK പത്മനാഭൻ കേരളത്തിലെ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരു പാഠമാണ്. കേരളത്തിലെ BJP പ്രവർത്തകർക്ക് മാതൃകയാവുന്ന ഒരു തുറന്ന പുസ്തകം തന്നെയാണ് CKP. കേരള BJPക്ക് ഏറെ സംഭാവനകൾ നൽകിയ CK പത്മനാഭനെ ഇനിയും അവഗണിച്ച് മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന കൊടും ക്രൂരത തന്നെയാണ്. അതുകൊണ്ട് CK പത്മനാഭന് കേരള BJPക്ക് നൽകിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തേജനം പരിഗണിച്ച് അർഹമായ ചുമതല നൽകി ആദരിക്കുന്നത് വരുന്ന തലമുറയ്ക്ക് കൂടി BJPയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇടവരുത്തുക. CK പത്മനാഭന്റെ ഈ പരാമർശം താൻ അറിഞ്ഞില്ല എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല. കേരളത്തിൽ 20,000 ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടെന്ന് ദേശീയ നേതൃത്വത്തിന് കള്ള റിപ്പോർട്ട് നൽകിയ K സുരേന്ദ്രൻ പണ്ടേ തരികിടകൾക്ക് കുപ്രസിദ്ധനാണ്. വയനാട് മുതൽ കൊടകര വഴി തിരുവനന്തപുരം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത് എളുപ്പം മനസ്സിലാക്കാം. കഴിഞ്ഞ 4.5 വർഷക്കാലം കേരള BJPയെ നശിപ്പിച്ച KJP പക്ഷത്തിന് നേതൃത്വം നൽകിയ സുരേന്ദ്രൻ ഇനിയും ഏറെ മുന്നോട്ട് പോകാനിടയില്ല. അതുകൊണ്ട് തന്നെ KJP പക്ഷത്തിന് അനഭിമതനായ സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്നതിൽ K സുരേന്ദ്രനും V മുരളീധരനും ഉള്ളിൽ സന്തോഷമുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. സുരേഷ് ഗോപിയെ പോലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ജനപിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വിജയം വരിച്ച് കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിയെ BJP കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് അനാവശ്യ വിമർശനം ഉന്നയിക്കുന്നത് CK പത്മനാഭനെ പോലൊരു നേതാവിന് ചേർന്നതാണോ എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. ക്രിയാത്മകമായ വിമർശനങ്ങൾ നല്ലത് തന്നെയാണ്. വിമർശകരുടെ വാ അടച്ചു പൂട്ടുന്നതിന് പകരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദികൾ ഉണ്ടാവുക എന്നതാണ് ആവശ്യം. ഇത് പ്രാവർത്തികമാണെങ്കിൽ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കണം. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയെ കളത്തിലിറക്കി തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് കേരള BJP നേതൃത്വത്തിന്റെ മർമ്മത്ത് കൊടുത്ത അടിയാണ്. കേരളത്തിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കാത്തതല്ല യഥാർത്ഥ പ്രശ്നം. വിജയിക്കാൻ താല്പര്യമുള്ളവർ നേതൃത്വത്തിൽ ഇല്ലാത്തതാണ് പ്രശ്നം. ഓരോ മണ്ഡലങ്ങൾക്കും അർഹരായ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. ഇതാണ് ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ തെളിയിച്ചത്. അതുകൊണ്ട് സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന ഭാഗം ഒഴിവാക്കിയാൽ CK പത്മനാഭന്റെ വിമർശനം തള്ളിക്കളയാനാകില്ല. കേരളത്തിൽ നിന്നും ഗവർണർ സ്ഥാനത്തേക്ക് ആരെങ്കിലും പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനത്ത് വരേണ്ടത് CK പത്മനാഭൻ തന്നെയാണെന്ന കാര്യത്തിൽ കേരളത്തിലെ BJP പ്രവർത്തകർക്ക് സംശയമുണ്ടാക്കില്ല. അതുകൊണ്ട് അർഹമായ പരിഗണന നൽകുന്നതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല.